സ്ഥാനാർത്ഥിയുടെ മരണത്തെ തുടർന്ന് മാറ്റിവെച്ച തിരുവനന്തപുരം കോർപ്പറേഷനിലെ വിഴിഞ്ഞം വാർഡിൽ യുഡിഎഫിന് ജയം. 83 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് യുഡിഎഫ് സ്ഥാനാർത്ഥി KH സുധീർ ഖാൻ വിജയിച്ചത്. വിഴിഞ്ഞം വാർഡിലെ ജയം ഉറപ്പാക്കി സ്വന്തം നിലയിൽ കോർപ്പറേഷനിൽ കേവല ഭൂരിപക്ഷം തികയ്ക്കാമെന്ന BJPയുടെ പ്രതീക്ഷകൾക്കാണ് തിരിച്ചടിയേറ്റത്. ഒപ്പം സീറ്റ് നിലനിർത്താൻ ഉറച്ച മത്സരത്തിനിറങ്ങിയ LDFിനും പരാജയം കനത്ത തിരിച്ചടിയായി. ഏറെ കാലത്തിന് ശേഷമാണ് വിഴിഞ്ഞം വാർഡ് UDF തിരിച്ചുപിടിക്കുന്നത്. ഇതോടെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ UDFിന്റെ കക്ഷിനില 20 ഉയർന്നു. 2015 കോൺഗ്രസിൽ നിന്ന് LDF വിഴിഞ്ഞം സീറ്റ് പിടിച്ചെടുക്കുന്നത്. അതിനുശേഷം ഇപ്പോഴാണ് UDF വിഴിഞ്ഞത്ത് വിജയിക്കുന്നത്. ഇന്നലെയാണ് വിഴിഞ്ഞം വാർഡിൽ വോട്ടെടുപ്പ് നടന്നത്. ഇന്ന് രാവിലെ 10 വോട്ടെടുപ്പ് ആരംഭിച്ചത്. വോട്ടെണ്ണൽ കേന്ദ്രത്തിനു മുന്നിൽ UDF പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ചും മധുരം വിതരണം ചെയ്തുമാണ് വിജയം ആഘോഷിച്ചത്. UDF സ്ഥാനാർത്ഥി KH സുധീർ ഖാൻ 2902 വോട്ടുകൾ നേടിയപ്പോൾ 2819 വോട്ടുകളാണ് LDF സ്ഥാനാർത്ഥിയായ CPMന്റെ NA നൌഷാദിന് നേടാനായത്. BJP സ്ഥാനാർത്ഥി സർവശക്തിപുരം ബിനു 2437 വോട്ടുകളുമായി 3ാം സ്ഥാനത്താണ്. LDF വിമതൻ NA റഷീദ് 118 വോട്ട് പിടിച്ചതാണ് LDFിന് കനത്ത തിരിച്ചടിയായത്. UDF സ്ഥാനാർത്ഥി 83 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് വിജയിച്ചത്. LDF വിമതന് ലഭിച്ച വോട്ടുകളും UDFിന്റെ വിജയത്തിന് നിർണായക വഴിത്തിരിവായി. വിഴിഞ്ഞം വാർഡിലെ മുൻ CPM കൗൺസിലറായ NA റഷീദ് ഇത്തവണ സ്വതന്ത്രനായി മത്സരിക്കുകയായിരുന്നു. മുൻ യൂത്ത് കോൺഗ്രസ് നേതാവ് ഹിസാൻ ഹുസൈൻ കോൺഗ്രസ് വിമതനായി മത്സരിച്ചിരുന്നു. വിഴിഞ്ഞം വാർഡിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ ജസ്റ്റിൻ ഫ്രാൻസിസ് വാഹനാപകടത്തെ തുടർന്ന് മരിച്ചതിനെ തുടർന്നാണ് വാർഡിലെ വോട്ടെടുപ്പ് മാറ്റിവെച്ചത്. തിരഞ്ഞെടുപ്പ് മാറ്റിവെച്ച വിഴിഞ്ഞത്ത് വാശിയേറിയ പോരാട്ടമാണ് നടന്നത്. ഇടത് വലത് വിമതരടക്കം 9 പേരാണ് ഇവിടെ മത്സരിച്ചത്. സിറ്റിംഗ് സീറ്റ് നിലനിർത്താൻ കച്ചകെട്ടി CPM ഇറങ്ങിയപ്പോൾ പഴയ കോട്ട തിരിച്ചുപിടിക്കാൻ ലക്ഷ്യമിട്ടായിരുന്നു UDF പ്രചാരണത്തിനിറങ്ങിയത്. ഇതിനെ അഭിമാന പോരാട്ടമായി കണ്ടാണ് BJP വാർഡിൽ പ്രചാരണം നടത്തിയത്. വിഴിഞ്ഞത്ത് ജയിച്ചാൽ NDAക്ക് കേവല ഭൂരിപക്ഷമായ 51 എന്ന മാന്ത്രിക സംഖ്യയിലേക്ക് സ്വന്തം നിലയിൽ എത്താമായിരുന്നു. നിലവിൽ 50 സീറ്റുകളുള്ള NDAക്ക് ഒരു സ്വതന്ത്രന്റെ പിന്തുണയോടെയാണ് കേവല ഭൂരിപക്ഷം ഉറപ്പാക്കിയിരിക്കുന്നത്. വിഴിഞ്ഞം വാർഡിലെ UDF വിജയത്തോടെ UDF 20, NDA 50, LDF 29, സ്വതന്ത്രർ 2 എന്നിങ്ങനെയാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലെ പുതിയ കക്ഷിനില.